അപ്പൊ ഈ സാധാരണയായിട്ട് നമ്മുടെ യോഗശാസ്ത്രത്തിൽ നമ്മൾ പറയുന്നത് ആധാര ചക്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കുണ്ടലിനി ശക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ചക്രങ്ങൾ പറയുന്നുണ്ട്. ഓരോ ചക്രത്തിനും അതിന്റെ എത്ര ദളങ്ങളുണ്ട്, അതിന്റെ ബീജമന്ത്രം പറയുന്നുണ്ട്, നിറങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ വെൽ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിരിക്കുന്ന സംഗതിയാണ്. പക്ഷേ മറ്റ് ചില എന്താ പറയുക പദ്ധതികളിൽ ഈ കുണ്ടലിനി എന്ന് പറയുന്നത് യോഗ പദ്ധതികൾ തന്നെയാണ്. അവർ പ്രാക്ടീസ് ചെയ്യുന്നവർ പറയുന്നത് അങ്ങനെയുള്ള ചക്രങ്ങളില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുണ്ടലിനി എന്ന് പറയുന്നത് അതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ടുള്ളൊരു വാദവും പറയുന്നുണ്ട്. അപ്പൊ ഇത് അവരുടെ വാദം കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും, അല്ലേ? ഇത് ഉണ്ട് എന്ന് പറയുന്നവരുടെ വാദം കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറയുന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു ഡൈലമയാണ്. അപ്പൊ അതിലൊരു യോഗ പ്രാക്ടീഷണർ എന്നുള്ള നിലയിലും ഈ യോഗയെ ഇത്രയും അടുത്ത് പരിചയപ്പെടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ഒരാളെന്ന നിലയിലും അങ്ങയുടെ അഭിപ്രായം എന്താ? നമ ശിവായ. ഓം നമ ശിവായ. നമ ശിവായ. സത്യത്തില് രണ്ടു കൂട്ടരും പറയുന്നത് ശരിയാണ്. രണ്ടു കൂട്ടരും പറയുന്നത് രണ്ട് കൂട്ടരുടെയും അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള സിദ്ധാന്തങ്ങളെ നമുക്ക് അസത്യ പ്രസ്താവനയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. എന്താ അതിൻ്റെ കാരണം വെച്ചാൽ, ഇപ്പോൾ സിദ്ധവിദ്യ, ഹംസവിദ്യ അല്ലെങ്കിൽ വാസിയോഗ, ഇതിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർ ഈ സുഷുമ്നയിലേക്കൂടെയുള്ള ഊർജ്ജപ്രവാഹം, ഇലക്ട്രിസിറ്റി, നമ്മുടെ ശരീരമുണ്ട്, ശരീരത്തിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്, ബയോമാഗ്നറ്റിക് എനർജി ഉണ്ട് എല്ലാവർക്കും അറിയാം. അതിനെ ഈ സുഷുമ്നയിലൂടെ ആക്കി തീർക്കാൻ ഈ പ്രാണനെ ചലിപ്പിക്കുന്നത്, ശ്വാസത്തെ ചലിപ്പിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അത് ഈ പുസ്തകത്തിൽ പറയുന്നത്. അത് വളരെ ഒരു പൂ വിരിയുന്നത് പോലെ സൂക്ഷ്മവും സൗമ്യവുമായിട്ടുള്ള രീതിയിലാണ് ഈ സുഷുമ്നയിലൂടെ പ്രാണനെ മുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഒറ്റയടിക്കുള്ള ഒരു തള്ളലില്ല. ഇപ്പോൾ ഒരു പൂ വിരിയുന്നത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ പൂ വിരിയുന്നുണ്ടല്ലോ. അപ്പോൾ ഇല്ല, പൂ വിരിയുന്നില്ല, അത് എന്നും ഇങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ വാദിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. അതേപോലെ ഈ ഇങ്ങനെ സിദ്ധവിദ്യയിലും ഹംസവിദ്യയിലും വാസിയോഗയിലും ഒക്കെ ഉള്ള പ്രാക്ടീസിൽ ഈ സുഷുമ്നയിലേക്കൂടെയുള്ള ഈ ഊർജ്ജപ്രവാഹത്തെ വളരെ സൂക്ഷ്മവും മൃദുവായിട്ടാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ചക്രങ്ങൾ ഉണരുന്നത്, ചക്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് എനർജി എത്തുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ ഉത്തേജനമാണ്. മാഗ്നറ്റിക് ഫീൽഡ് പോലെ ഫീൽഡ് രൂപപ്പെടുന്ന അത് ഫീൽ ചെയ്യില്ല. അപ്പോൾ അവർ നിഷേധിക്കും, അത് ചക്രമില്ല, കുണ്ടലിനി ശക്തി ഇല്ല. കാരണം അവരുടെ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. അവർ വർഷങ്ങൾ കൊണ്ട് പ്രാക്ടീസ് കൊണ്ട് മെല്ലെ 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 മെല്ലെയാണ് അതിനെയൊക്കെ ഉണർത്തിയെടുക്കുന്നത്. അപ്പോൾ അത് പൊടുന്നനെ ഫീൽ ചെയ്യാത്തതുകൊണ്ട് അത് ഇല്ല എന്ന അനുഭവമാണ് അവർക്ക്. അപ്പോൾ അവരുടെ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം അവർ പറയും ചക്രങ്ങളില്ല, കുണ്ടലിനി ശക്തി ഇല്ല, പ്രാണൻ മാത്രമേ ഉള്ളൂ, പ്രാണനെ നമ്മൾ ഇവിടെ എത്തിച്ചാൽ ഈ ബോധോദയം സിദ്ധിക്കുന്നു. നേരെ മറിച്ച് കുണ്ടലിനി യോഗ, ഹഠയോഗ പ്രാക്ടീസ്, ഇങ്ങനെയൊക്കെയുള്ള പ്രാക്ടീസിൽ വളരെ ശക്തമായ ക്രിയകളാണ്. ഈ പ്രാണനെ ഈ ഡയറക്ഷൻ താഴേക്ക് പോകുന്ന ഊർജത്തെ ഡയറക്ഷൻ മാറ്റാനുള്ള പ്രാക്ടീസുകൾ ശക്തമായ പ്രാക്ടീസാണ്. അപ്പം എന്താ ഉണ്ടാവുക വെച്ചാൽ ഒരു കെട്ട് അഴിച്ചു വിട്ടതുപോലെ ഒരു തള്ളിച്ചേരി ഈ ഊർജം കുതിച്ചുകയറും. ആ സമയത്ത് എവിടെയൊക്കെയാണോ ഊർജം തടയപ്പെടുന്നത് അവിടെയൊക്കെ അത് വന്ന് ഇടിക്കും, ആ ഫീൽ ഉണ്ടാവും. അതാണ് ചക്രങ്ങൾ. ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മുളന്തണ്ടിന്റെ ഉള്ളിലുള്ള തട്ടുകൾ പോലെ ഈ നാഡികൾ ഇങ്ങനെ
ക്രോസ് ചെയ്യുന്ന ജംഗ്ഷനുകളാണ് ശരിക്കും ചക്രാസ് എന്ന് പറയുന്നത്, നാഡി ജംഗ്ഷൻസ്. അപ്പോൾ ഒരു ജംഗ്ഷനിൽ നിന്ന് ഊർജം മുകളിലേക്ക് പൊങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ജംഗ്ഷനിൽ തടയപ്പെടും. അവിടെ നിന്ന് അത് ഭേദിക്കുമ്പോൾ അടുത്ത്. അപ്പോൾ ഈ ചക്രങ്ങളൊക്കെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള യോഗ പ്രാക്ടീസ് ചെയ്യുന്നവർ 2 തരത്തിലുള്ള പ്രാണായാമങ്ങളാണുള്ളത്. ഒന്ന് ശക്തമായിട്ട് പെട്ടെന്ന് ഉത്തേജിപ്പിക്കുന്ന മാർഗങ്ങൾ, അതിന് അതിൻ്റെതായ അപകടങ്ങളുണ്ട്. മറ്റ് വളരെ സൗമ്യമായിട്ട് പ്രാണനെ ചലിപ്പിക്കുന്ന വിദ്യയാണ്. അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. കാരണം അതിൽ അപകട സാധ്യത കുറവാണ്, വളരെ സൂക്ഷ്മവും സൗമ്യവുമായതുകൊണ്ട്. ഇത് കൃത്യമായ പ്രാക്ടീസ് അല്ലെങ്കിൽ പൊടുന്നനെ ഉണ്ടാവുന്ന ശക്തിപ്രവാഹത്തെ നമുക്ക് നിയന്ത്രിക്കാനോ അതിന് കഴിയാതെ വന്നാൽ, അല്ലെങ്കിൽ അത് താങ്ങാൻ ചിലപ്പോൾ നമ്മുടെ നാഡികൾക്ക് കഴിയാതെയൊക്കെ വന്നാൽ അതിൻ്റെ ഡാമേജുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ശരിയല്ല എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. രണ്ടും 2 പ്രാക്ടീസാണ്. അപ്പോൾ അവർ പറയും ചക്രങ്ങളുണ്ട്, ആ അത്തരം പ്രാക്ടീസ് ചെയ്യുന്നവർ പറയും കുണ്ടലിനി ശക്തിയുണ്ട്, ഒരു മിന്നൽ പിണർ പോലെ അത് സുഷ്മയിലൂടെ. ശരിയാണത്. അത് നാഡികൾ തുറക്കുകയാണ്, വേറെ ഒന്നുമില്ല. നാഡികൾ തുറക്കുകയും അതിലൂടെ ഊർജം പ്രവഹിക്കുകയാണ്. ഊർജപ്രവാഹം അത് അനുഭവപ്പെടുകയാണ്. ആ അനുഭവപ്പെടുമ്പോൾ നമുക്കത് കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന ആ ഊർജപ്രവാഹത്തിന്റെ പ്രവാഹത്തെ ഓരോ ഭാഗത്തും വന്ന് മുട്ടുന്നതിനെ, അത് തുറക്കുന്നതിനെ ചക്രാസ് എന്ന് പറയുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. അത്രേ ഉള്ളൂ, തർക്കത്തിന് കാരണമില്ല. അത് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നമ്മളുടെ ഈഗോ അവിടെ വർക്ക് ചെയ്യും. ഇത് മാത്രമേ ശരിയുള്ളൂ എന്ന് ഓരോ സെക്ടറുകാരും വിചാരിക്കുകയാണ്. അപ്പോഴാണ് ഈ തർക്കത്തിൽ ഏർപ്പെടുന്നത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഇല്ല, രണ്ടും ശരിയാണ്. അത് ഈ അർത്ഥത്തിൽ വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ. സമഗ്രമാണ്. ഇവിടെ എത്ര മനുഷ്യന്മാരുണ്ടോ അത്രത്തോളം വിദ്യകളുണ്ട്. ഇത് ഈ നമുക്ക് ആ അവബോധത്തിലെത്താൻ വൈവിധ്യമാർന്ന മനുഷ്യർ, മാനസിക ഘടനയുള്ള മനുഷ്യരുള്ളത് കൊണ്ട് തന്നെ അത്രയും വൈവിധ്യമാർന്ന ക്രിയകളുണ്ട്. ഓരോ ക്രിയയുടെയും അനുഭവം വ്യത്യസ്തമായതുകൊണ്ട് വ്യത്യസ്തമായ ദർശനങ്ങൾ രൂപപ്പെട്ടു എന്നേ ഉള്ളൂ. എല്ലാം ശരിയാണ്. നമുക്ക് ഇതുപോലെ ഈ നമ്മുടെ പാരമ്പര്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭരണാധികാരികൾ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ ചെയ്തിരുന്നു. അപ്പൊ അതിലേക്ക് അർഹമായി വരുന്നവർക്ക് തീർച്ചയായിട്ടും അതിന്റെ പാത അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇല്ല, താല്പര്യമുള്ളവർക്ക് വരാം. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സെഷനിൽ ചെയ്യാം. എല്ലാവർക്കും ഓപ്ഷൻ ഉണ്ട്. നമ്മള് ഒരാൾ പറഞ്ഞതാണ് കേരള യൂണിവേഴ്സിറ്റി കണക്കാണ്, എത്ര സപ്ലിമെന്റ് വേണമെങ്കിലും എഴുതാം, പക്ഷെ ഫൈനലി നിങ്ങൾ പാസ്സാവും എന്ന് പറയും പോലെ കിട്ടും, പക്ഷെ സമയമെടുക്കും. അതാണ്. പക്ഷെ നമ്മുടെ ഈ ഇപ്പൊ ചൈനീസ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വളരെ ശക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ നിലനിൽക്കുന്നെങ്കിലും അതിൻ്റെ ഇടയിൽ ഇപ്പൊ സ്പിരിച്വൽ പ്രാക്ടീസിൽ പലപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഷാവോലിൻ കുംഫു പോലുള്ള അത് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളുടെ ആ മെയ്വഴക്കവും ഇത് നമുക്ക് കാണാം, എത്ര പവർഫുൾ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ഒരു ആള് മാത്രം വന്നാൽ മതി, നമുക്ക് ഇവിടെ ഉള്ള ഒരു 50 പേരെ 100 പേരെ നിഷ്പ്രയാസം അവർക്ക് മസിലിന്റെ ക്വാണ്ടിറ്റി വെച്ചിട്ട് അതിന് ഉത്പാദിപ്പിക്കുന്ന പവർ, അത് സയൻസിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സീക്വൽ സിദ്ധാന്തം പഠിച്ചു വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റും. അതെ. ഇവിടെ അവർ പ്രാക്ടിക്കൽ ലെവലിലേക്ക് കാണാൻ പറ്റും. നമ്മൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഈ C=mc² ശരിക്കും നമ്മൾ വെറുതെ വ്യാഖ്യാനിച്ച് 60 കിലോഗ്രാം ഭാരമുള്ള ഒരാളിന് അത് കംപ്ലീറ്റ് എനർജി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ എത്രയോ ജൂൾ എനർജിയാണ് നമ്മളിലുള്ളത്, എത്രയോ ആറ്റം ബോംബുകളാണ് നമ്മൾ. പക്ഷെ നമ്മൾ ഒരു നേരം ചായ കുടിച്ചില്ലെങ്കിൽ തലകറങ്ങി വീഴുക, കാരണം നമ്മളിത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഈ ചൈനീസ് സിസ്റ്റത്തിൽ രഹസ്യമായിട്ട് ഫാലിൻ ഗോങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് തന്നെ അവരവിടെ നിരോധിച്ചെങ്കിലും രഹസ്യമായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരള സമൂഹത്തിൽ പറയുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ശാസ്ത്രാന്ധത, അതുപോലെ തന്നെ നമ്മുടെ ഭരണവർഗം പല ആളുകളും ഇത് രഹസ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ അവർ ഇതിനിപ്പോഴും ഒരു എന്താ പറയുക, ഒരു മാറ്റി നിർത്തുന്നു, പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അപ്പൊ അവര്, എനിക്ക് തോന്നുന്നു, അവർക്ക് മാത്രം മോക്ഷം, അല്ലെങ്കിൽ അവര് മാത്രം മണ്ടേ കയറി പോകുന്നു, ബാക്കിയുള്ളവർക്ക് കിട്ടണ്ടെന്നുള്ളൊരു സംഗതിയാണ് അത് പറയുന്നത്. അങ്ങനെയാണോ എന്ന് ചോദിച്ചാല് അങ്ങനെയല്ല. ശരിക്കും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആളുകൾ പോയി, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളൊരു കപട ശാസ്ത്രവാദികളല്ല. നമ്മൾ ശാസ്ത്രവാദം എന്ന് പറഞ്ഞിട്ട് കപടശാസ്ത്രവാദമാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, പാരമ്പര്യ വിജ്ഞാനത്തിന്റെ ഒരു വിച്ഛേദം സംഭവിച്ചു എന്നത്, അതിന്റെ ഭാഗമായിട്ട് ഇതിനൊക്കെ നിഷേധിച്ച് ഇങ്ങനെ പറയുകയാണ്. പക്ഷെ ഇവരൊക്കെ പലരും ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുന്നത് എന്തോ മോശമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളൊരു
പൊതുധാരണ സൃഷ്ടിക്കുന്നു. ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള അതാണ് ഇതിന്റെ ഒരു. അല്ല, ഞാൻ പറഞ്ഞ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ പോലും അതിനെ രഹസ്യമായിട്ട് വെച്ചിട്ട് പരസ്യമായിട്ട് തന്നെ എതിരെ പറയുന്നു എന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ കാരണം എനിക്ക് തോന്നുന്നു, കാരണം ആളുകളിൽ ഈ ഒരു വിപ്ലവം വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഒരേ ഒരു വിപ്ലവം ശരിക്കും അതാണ് ശരിക്കുള്ള ബോധോദയത്തിന്റെ വിപ്ലവം, ജ്ഞാനം ബോധോദയത്തിന്റെ വിപ്ലവം എന്ന് ഓഷോ ഒരു പുസ്തകം തന്നെയാണ്. നമുക്ക് നമ്മളുടെ മനസ്സിൽ നിന്ന് അതിന്റെ, പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ലേവറി ഉണ്ട്, മറ്റു തലത്തിലുള്ള സ്ലേവറി ആണെന്നേ ഉള്ളൂ. ആ സ്ലേവറിയിൽ നിന്ന് നമ്മൾ മോചിതരാ. അത് പലരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു അപ്രിയ സത്യമാണ്. പക്ഷെ എന്നാലും നമുക്കത് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ എന്താ പറയുക, രണ്ട് ജീവികൾ തമ്മിലുള്ള ഒരു സംയോഗം അത് ഏറ്റവും കൂടുതൽ ആനന്ദകരമായിട്ട് മാറുന്ന അവസ്ഥയിൽ നിന്നാണ് യഥാർത്ഥത്തിലുള്ള ജനനം സംഭവിക്കുന്നത്. പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല. ഇപ്പൊ അതൊക്കെ മാറി വേറെ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാറുന്നു. അപ്പം സെവൻ ബാങ്കുകളൊക്കെ ഉള്ള കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ആ തലമല്ല, അതല്ലാത്തൊരു തലത്തിൽ ശരിക്കും പറഞ്ഞാൽ നക്ഷത്രങ്ങളും ഇതുമെല്ലാം ഇങ്ങനെ ഒരുമിച്ച് വരുന്ന സമയത്ത് ഏറ്റവും ആനന്ദദായകമായ ഒരു പ്രക്രിയയായിട്ട് മാത്രം മാറുമ്പോൾ ആനന്ദത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ജീവിയാണ് നമ്മൾ. പക്ഷെ നമ്മുടെ സെമറ്റിക് കോൺസെപ്റ്റുകളിൽ പറയും പോലെ പാപത്തിന്റെ സന്താനങ്ങളായിട്ട് സ്വയം വ്യാഖ്യാനിച്ച് നമ്മൾ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സൃഷ്ടിയാണ്. നിങ്ങൾ എങ്ങനെയാണോ ജനിച്ചത്, നിങ്ങൾ എന്തിനാണോ ജനിച്ചത്, അതുമായിട്ട് നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മളുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയ അതെ അങ്ങനെ കണ്ടെത്തിയ ശാസ്ത്രങ്ങളാണ് ഈ ഗൂഢശാസ്ത്രങ്ങളെല്ലാം തന്നെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകത്തെ ബേസ് ചെയ്തിട്ട് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പാലക്കാട് തിരിച്ചു പോകാനുള്ള ഒരു സമയമായി. അദ്ദേഹത്തിലൂടെയാണ് എനിക്കിന്ന് എന്താ പറയാ, പാലം അമ്മ അല്ലെങ്കിൽ തിരുവല്ലം അമ്മ എന്ന് പറയുന്ന അവധൂതയെ കുറിച്ച്, അവധൂത മാതാവിന്റെ പ്രിയ ശിഷ്യന്റെ ആശ്രമത്തിൽ പോയിട്ട് വീഡിയോ ചെയ്യാനൊക്കെ സാധിച്ചത്. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് പ്രയാഗ്രാജിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം ഈ പുസ്തകത്തിന്റെ മാനുസ്ക്രിപ്റ്റ് എനിക്ക് തരുന്നത്. അതിനുശേഷം അദ്ദേഹം വിളിച്ച് പറയുന്നു ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പൊ ആ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പാലക്കാട് നിന്ന് ഇവിടെ വരെ വന്നു. ഞാൻ 3 ദിവസം അടൂരാണ്. അടൂരിൽ നിന്ന് ഞാൻ നേരെ ഇവിടെ തിരുവനന്തപുരത്ത് വന്നു. ഞങ്ങൾ പോയി ആ സെഷൻ ചെയ്തു. അതിനുശേഷമാണ് ഈ പുസ്തകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ സെഷനെങ്കിലും ഒന്ന് ചെയ്തു വെക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു ചെറിയ സംഭാഷണം ഇവിടെ നടത്തിയത്. അപ്പൊ ഈ പുസ്തകത്തിനെ കൂടുതലായിട്ട് ആഴത്തിൽ വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിത് പെരിഫറലായിട്ട് മാത്രമേ വായിച്ചുള്ളൂ. ധാരാളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പല ടെക്സ്റ്റുകളും പഠനത്തിന്റെ ഭാഗമായിട്ട് വായിച്ചുവെങ്കിലും ഇത് വലിയ തരുന്ന ഒരു ഗ്രന്ഥമാണ്. സമഗ്രമായിട്ട് കമ്പോട് കമ്പ് വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇതിന്റെ പേര് തന്നെ വളരെ രസകരമാണ്, തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു ശ്രമം എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ച് ഈ ഒരു എന്താ പറയുക, ഒരു ഡൈലമയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു വഴികാട്ടിയാകാൻ സഹായിക്കും എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ പുസ്തകത്തിന്റെ കൂടുതൽ വിശേഷങ്ങളും അതിന്റെ ബാക്കി ഡീറ്റെയിൽസും എല്ലാം ചാനലിൽ നമ്മൾ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന, എന്നാൽ കൂടുതൽ വായനകളിലൂടെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന സംശയങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരു പുസ്തകം തന്നെയാണ് തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്ന് അടിവരയിട്ട് പറയാനായിട്ട് സാധിക്കും. എന്തായാലും ഈ പുസ്തകത്തിന്റെ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങട്ടെ. ആ രണ്ടാമത്തെ ഭാഗത്തിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ വരട്ടെ. കാരണം ഇതിലും ചില കാര്യങ്ങൾ നമ്മൾ അങ്ങ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടുതലായിട്ട് വരട്ടെ എന്ന് പറയാൻ പറ്റുന്നതിന്റെ മാക്സിമം ഇതില് പറയാൻ നമുക്ക് എല്ലാ രഹസ്യങ്ങളും പ്രാണായാമത്തിന്റെ രഹസ്യം. എങ്കിലും അതിലാ നമ്മള് അന്ന് അങ്ങ് പറഞ്ഞതുപോലുള്ള ത്രിവേണി സംഗമവും അതുപോലെ തന്നെ ഇവിടെ വെച്ച് നമുക്ക് ഈ ഭ്രൂമത്തിൽ വെച്ച് സംഭവിക്കുന്ന ആ ഒരു സംഗതിയുടെ രഹസ്യം അതും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. മാത്രമല്ല നമ്മുടെ ചർച്ചയിലും ആ ഭാഗം നമ്മൾ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു സെക്കൻഡ് സെഗ്മെന്റ് ആയിട്ട് നമുക്ക്, ഞാൻ പാലക്കാടോട്ട് വരുന്നുണ്ട്, നമുക്ക് അവിടെ വെച്ച് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ദിവസം പിന്നെ വളരെ എന്താ പറയുക, അത്ഭുതങ്ങളുടെയും കൗതുകങ്ങളുടെയും ആയ ഒരു ദിവസമാണ്. അപ്പൊ അതിന് അങ്ങനെ ഒരു അവസരം തന്നതിന് വളരെയധികം സന്തോഷം. സാധാരണ ഞാൻ പറയുന്ന പോലെ ഈ ഒരു നിമിഷം ഇങ്ങനെ സാധ്യമാക്കിയതിന് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എല്ലാ നിമിത്തങ്ങൾക്കും സാദര പ്രണാമം. അങ്ങേക്കും വലിയൊരു നമസ്കാരവും നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്.